എനിക്ക് ഞാൻ ഈ ഒരു വിഷയം, അതായത് പുസ്തകമതം അല്ല എന്നുള്ള വിഷയത്തില് ഞാൻ ആ ഒരു പൊസിഷൻ എടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അദ്ദേഹം ആ ഡിബേറ്റിന് ശേഷം പിറ്റേ ദിവസം ഇവിടെ ഈ റൂമിൽ രാവിലെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത്, നിങ്ങൾ ഇങ്ങനെ ഒരു വാദം അവിടെ വെച്ചല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കെതിരെ നിന്നുണ്ടായിരുന്ന റിയാക്ഷൻ ഇവിടെ ആശാനും എല്ലാവരും കണ്ടതാണ്. അത് ഞാൻ വേറെ ഒന്നും അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് ഇൻസൾട്ട് ഒന്നും ചെയ്തില്ല. താങ്കൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ അവിടെ, അതെന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കെതിരെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസൾട്ടും എന്താ ഞാൻ ചാണാത്തിപ്പുഴുവാണെന്നും അതും ഇതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളി. ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഇല്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുക, എതിർവാദങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള അറ്റാക്കിലൂടെ സർക്കാസത്തിലൂടെ മേൽക്കൈ നേടുക. ഇതാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടി. അപ്പൊ ഈ ഒരു തന്ത്രം തന്നെയാണ് അദ്ദേഹം എന്താ പറയുക എല്ലാ ഡിബേറ്റിലും അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈ മുസ്ലിങ്ങളായിട്ടുള്ള ഡിബേറ്റിൽ ട്രിനിറ്റി തൗഹീദ് വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗം പറയാതെ മറ്റുള്ളവരുടെ വാദം എന്താണ്, അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ എന്താണ് സർക്കാസത്തിലൂടെ സ്ഥാപിക്കുക. ട്രിനിറ്റി എന്താണ് എന്നുള്ളത് കൃത്യമായി പറയാൻ ഇദ്ദേഹം ഇതുവരെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അതിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അത് മിസ്റ്ററിയാണെന്ന് അറിയാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അതേ ഒരു ടാക്ടിക്കാണ് അദ്ദേഹം എല്ലാ ഡിബേറ്റിലും എടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷനാണ്, ക്രിസ്ത്യാനിറ്റി ഒരു പുസ്തക മതമല്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതലേ എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ അതാണ്. പക്ഷേ ഇദ്ദേഹം ഇത് ഒരു അബദ്ധത്തിൽ ഇത് എടുത്തു. അപ്പം അത് നന്നായി എന്നാണ് ഞാൻ പറയുള്ളൂ. കാര്യം ഇദ്ദേഹത്തിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ നിലപാടില്ലായ്മ എല്ലാവർക്കും തന്നെ ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല യോണെ, അത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാവാം. പക്ഷെ ഇവിടുത്തെ ഓർത്തഡോക്സുകാരും കത്തോലിക്കരും പറയുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ പ്രൊട്ടസ്റ്റന്റുകാരെന്ന് പറഞ്ഞാൽ തീവ്രമായ മതവിശ്വാസത്തിലേക്ക് 66 പുസ്തകത്തെ മുറുകെ പിടിക്കുന്ന ബ്രദറൻകാരെ പോലെയുള്ള ബ്രദറൻകാര് ഇത് തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപദേശത്തെ മുഴുവൻ ഘടകവിരുദ്ധമായി തള്ളിക്കളയുകയാണ്. കാരണം സ്കോളർ സ്ക്രിപ്ചർ അല്ലെ 66 പുസ്തകത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആവിർഭാവം, ക്രിസ്ത്യാനിറ്റി ഉണ്ടായത്. കാരണം ഇത് അപ്പോസ്തലന്മാരുടെ എഴുത്തുകളാണ്, ഇത് തിരുവെഴുത്തുകളാണ്. ഈ തിരുവെഴുത്തുകളെ അദ്ദേഹം തള്ളിക്കളയുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് വിശ്വസിക്കുന്ന ആ തന്റെ ബ്രദർ ആശയത്തെയാണ് തള്ളിക്കളഞ്ഞത്. അദ്ദേഹം ഇവിടെ മുസ്ലിം മതവിമർശനം നടത്താൻ വേണ്ടി മാത്രം മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം റൂം ഇട്ടിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും കേട്ടുപഠിച്ച് യൂട്യൂബ് പഠനം നടത്തി അദ്ദേഹം ഇവിടെ മതവിമർശനം നടത്തിയാണ്. അദ്ദേഹത്തിന് കൃത്യമായി